അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ പാഠം 9ാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാക്കിയുള്ള നേരത്തെ 8 പാഠങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ പാഠം ഓരോ വീഡിയോ, അങ്ങനെ 8 വീഡിയോ നമ്മളെ ചാനലിലുണ്ട്. ലിസാനുൽ ഖുർആൻ 4ാം ക്ലാസ്സിൻ്റെ ഓരോ പാഠത്തിൻ്റെ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക. ഇനി നമ്മൾ ലാസ്റ്റ് പാഠമാണ് ഇലൽ മക്തബ. മക്തബത്ത് അവസാനം താഴുണ്ട്, ശ്രദ്ധിക്കുക. ഇലൽ മക്തബത്ത്. മക്തബത്ത് എന്ന് പറഞ്ഞാൽ ലൈബ്രറി. അപ്പോൾ ഈ ഫോട്ടോത്തിൽ കാണുന്ന ഒരു ലൈബ്രറിയാണ് അല്ലേ. അവിടെ ഒരു ഉസ്താദ് ഉണ്ട്, ഒരു കുട്ടിയുണ്ട് അല്ലേ. കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഷെൽഫിൽ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് 4 കാര്യങ്ങളാണ്. അതാണ് ഇവിടെ 4 ഈ റെഡ് കളറിൽ കണ്ടില്ലേ. ഇന്ദ, ഖബല, ബഅദ, ബൈന. ഈ 4 നമുക്ക് പഠിക്കാനുള്ളത്. ഓരോന്നിൻ്റെ അർത്ഥം നോക്കുക. ഇന്ദ എന്ന് പറഞ്ഞാൽ അടുത്ത്. എന്താ അടുത്ത് പറഞ്ഞാൽ? ഇപ്പം എൻ്റെ അടുത്ത് എന്ന് പറയില്ലേ, എൻ്റെ അടുത്ത് നമ്മൾ പറയില്ലേ, എൻ്റെ അടുത്ത് പേനുണ്ട് അങ്ങനെ പറയും. അല്ലെ എൻ്റെ അടുത്ത് സൽമാനാണ് ഇരിക്കുന്നത് അങ്ങനെ പറയും അല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് എന്നുള്ളതിനാണ് എന്താ പറയാം. ഖബൽ എന്ന് പറഞ്ഞാൽ മുമ്പ്. മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ മദ്രസയിൽ പോകുന്നതിന് മുമ്പ്, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മദ്രസയിൽ പോകും, അങ്ങനെ ഖബൽ പറഞ്ഞാൽ മുമ്പ്. ബഅദിന് ശേഷം, മദ്രസ വിട്ടു വന്നതിന് ശേഷം ഞാൻ സ്കൂളിൽ പോകും, അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ബഅദ് പറഞ്ഞാൽ ശേഷം. ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ. ഇടയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ് 2ാം ക്ലാസ്സിൻ്റെ 3ാം ക്ലാസ്സിൻ്റെ ഇടയിലാണ് അങ്ങനെ പറയല്ലേ. അപ്പോൾ ഇടയിൽ എന്നുള്ളതിനാണ് ബൈന പറയുക. അപ്പോൾ ഈ 4 ഇവിടെ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് നോക്കാം. ദഹബ അഹ്മദ്. ദഹബ അഹ്മദ് എന്ന് പറഞ്ഞാൽ അഹ്മദ് പോയി. ഇല മക്തബത്തിൽ മദ്രസത്തി മസാഅൻ. എന്താണ്? മദ്രസയുടെ ലൈബ്രറിയിലേക്ക് പോയി. മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. വകാന ഇൻദഹു ദഫ്തറുൻ വ ഖലമുൻ. കണ്ടോ, ഇന്ദ എന്താ അതിൻ്റെ അർത്ഥം? അടുത്ത്. ഹു പറഞ്ഞാൽ അവൻ്റെ അടുത്ത്. അപ്പോൾ അവൻ്റെ അടുത്ത് ദഫ്തറുൻ. ദഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക്, കലം എന്ന് പറഞ്ഞാൽ പേന. അപ്പോൾ അവൻ്റെ അടുത്ത് നോട്ട്ബുക്കും പേനയും ഉണ്ടായിരുന്നു. ഖബില അയ്യദുഖുല. ഖബില ഉണ്ടോ, ഖബില പറഞ്ഞാൽ എന്താ? മുമ്പ്. അയ്യദുഖുലൽ മക്തബ, ലൈബ്രറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, കടക്കുന്നതിന് മുമ്പ്. സല്ലമ. സല്ലമ എന്ന് പറഞ്ഞാൽ എന്താ? സലാം പറഞ്ഞു. അല്ല, അമീനുൽ മക്തബ. അമീനുൽ മക്തബ എന്ന് പറഞ്ഞാൽ അവിടെ ലൈബ്രറിയിൽ ഉണ്ടാകുന്ന ഒരാളുണ്ടാവും അല്ലേ, ബുക്കൊക്കെ നോക്കുന്ന ആൾ, ലൈബ്രറിയൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ അമീനുൽ മക്തബ എന്ന് പറഞ്ഞാൽ ലൈബ്രറി നോക്കുന്ന ആള്. അപ്പൊ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ നോക്കുന്ന ആള് അയാളോട് സലാം പറഞ്ഞു. അല്ലതി അജ്ലിസു, അയാൾ ഇരിക്കുന്നു. ഇന്ദൽ ബാബി. ബാബ് പറഞ്ഞാൽ നമുക്കറിയാം ഡോറാണ്. അപ്പൊ ഡോറിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് മൂപ്പര്. ആര്? നമ്മൾ അമീരുൽ മക്തബ്. മൂപ്പരോട് എന്ത് ചെയ്തു? സലാം പറഞ്ഞു. ബഅദ ദുഖൂൽ. ബഅദ പറഞ്ഞ ശേഷം, ദുഖൂൽ പറഞ്ഞ പ്രവേശിച്ചതിന് ശേഷം. ബദ അഹ്മദ്. അഹ്മദ് തുടങ്ങി. യബ്ഹസു അന്വേഷിക്കാൻ, നോക്കാൻ. ബൈന റുഫൂഫിൽ കുത്തുബ്. എന്താണ്? പുസ്തകങ്ങളുടെ ഷെൽഫുകൾക്കിടയിൽ. കിതാബൻ ഒരു പുസ്തകം. യതഹദ്ദസു അൻ ഹിജ്റത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയില്ലേ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുസ്തകം ഉണ്ടോ എന്ന് അവനിങ്ങനെ നോക്കി. വബഅദ ഖലീൽ, കുറച്ച് സമയത്തിന് ശേഷം. വജദൽ കിതാബ്, കിതാബ് കിട്ടി. വജലസ ബൈന റുഫൂഫ്, ജലസ അവനിരുന്നു. ബൈന റുഫൂഫ്, സെൽഫുകൾക്കിടയിൽ. ലിയഖറഹു, അത് വായിക്കാനും. അപ്പോൾ ബൈന പറഞ്ഞാൽ ഇടയിൽ. ബഅദമ അതമ്മ ഖിറാഅതഹു, അവൻ്റെ വായന പൂർത്തിയായതിനു ശേഷം. ആദ് അഹ്മദ്, അഹ്മദ് മടങ്ങി. ഇല മൻസിലിഹി, അവൻ്റെ വീട്ടിലേക്ക്. ഖബല ഖുറൂബി ഷംസ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. ഷംസ് പറഞ്ഞാൽ സൂര്യനാണ്, ഖബൽ പറഞ്ഞാൽ മുമ്പാണ്. അപ്പോൾ ഖുറൂബ് പറഞ്ഞാൽ എന്താണ്? അസ്തമിക്കുക. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? അവൻ വീട്ടിലേക്ക് പോയി. ഇനി നോക്കുക, നമുക്കിവിടെ പഠിക്കാനുള്ള ഇതാണ്. ഇന്ദ എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാക്കുക. ഇന്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത്. ഇന്ദ അടുത്ത്, ഖബല് മുമ്പ്, ബഅദ് ശേഷം, ബൈന ഇടയിൽ. ഇന്ദ അടുത്ത്, ഖബല് മുമ്പ്, ബഅദ് ശേഷം, ബൈന ഇടയിൽ. ഇന്ദ അടുത്ത്, ഖബല് മുമ്പ്, ബഅദ് ശേഷം, ബൈന ഇടയിൽ. പഠിച്ചില്ലേ? ആ പാട്ടാ പഠിച്ചാൽ മതി. ഇന്ദ ഖബല് ബഅദ് ബൈന. ഇന്ദ ഖബല് ബഅദ് ബൈന. ഇന്ദ അടുത്ത്, ഖബല് മുമ്പ്, ബഅദ് ശേഷം, ബൈന ഇടയിൽ. അങ്ങനെ പാട്ട് പഠിക്കാം. ഇന്ദ എന്ന് പറഞ്ഞാൽ അടുത്ത്, അടുത്ത്, അടുത്ത്. അപ്പൊ ഇന്ദഹു, അവന്റെ അടുത്ത്. ദഫ്തറും കലമുൻ, നോട്ട്ബുക്കും പേനയുണ്ട്. യജ്ലിസു ഇന്ദൽ ബാബി, ഡോറിന്റെ അടുത്ത് ഇരിക്കുന്നു. ഇന്ദി ഹഖീബ. കണ്ടോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. കലം എന്ന് പറഞ്ഞാൽ പേന, കലമീ എന്ന് പറഞ്ഞാൽ എൻ്റെ പേന. അപ്പൊ ഇന്ദി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ്റെ അടുത്ത്. ഹഖീബത്തുൻ, ബാഗ് ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പേന ഉണ്ട് എങ്ങനെ പറയാ? ഇന്ദി കലമുൻ. എൻ്റെ അടുത്ത് മൊബൈൽ ഉണ്ട്. ഇന്ദി ജവ്വാലുൻ. എൻ്റെ അടുത്ത് പെൻസിൽ ഉണ്ട്. ഇന്ദി മിർസമുൻ. ബൈതുഹാ ഇൻദൽ മസ്ജിദ്, അവളുടെ വീട് പള്ളിയുടെ അടുത്താണ്. അടുത്ത് ഖബല പറഞ്ഞ മുമ്പ്. ഖബല യദ്ഖുല, പ്രവേശിക്കുന്നതിന് മുമ്പ്. ഖബല ഖുറൂബി ഷംസ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. ഇഗ്സിൽ യദക. ഇഗ്സിൽ യദൈക, നിന്റെ 2 കൈകൾ കഴുകുക. ഖബല തുആം, ഭക്ഷണത്തിന് മുമ്പ്.
തസ്തൈഖിദു ഉമ്മി, എൻ്റെ ഉമ്മ ഉണരും ഖബ്ലൽ ഫജ്രി, സുബഹിന്റെ മുമ്പ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അർത്ഥം എഴുതാൻ വരാം, മനസ്സിലായോ, മീനിങ് എഴുതാൻ വരാം, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ മലയാളം ഇതിന്റെ അറബി എഴുതാൻ വരാം. അപ്പോൾ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വെക്കുക. ഖബ്ല് പറഞ്ഞാൽ മുമ്പാണ്, അത് ഓർത്ത് വെക്കുക. ബാദ് പറഞ്ഞാൽ ശേഷം. ബാദ ദുഖൂൽ പറഞ്ഞാൽ കടന്നതിന് ശേഷം, പ്രവേശിച്ചതിന് ശേഷം. ബാദ ഖലീലിൻ കുറഞ്ഞ സമയത്തിന് ശേഷം. ബാദൽ ഗുസ്ലി കുളിച്ചതിന് ശേഷം. ബാദൽ വുളൂഇ വുളു എടുത്തതിന് ശേഷം. ബൈനൽ കുത്തുബി പുസ്തകങ്ങൾക്കിടയിൽ. ബൈനൽ റുഫൂഫി ഷെൽഫുകൾക്കിടയിൽ. ബൈന തുല്ലാബി വിദ്യാർത്ഥികൾക്കിടയിൽ. ബൈനൽ ബൈത്തി വൽ മദ്രസ സ്കൂളിൻ്റെയും വീടിൻ്റെയും ഇടയിൽ, അല്ലെങ്കിൽ മദ്രസയുടെയും വീടിൻ്റെയും ഇടയിൽ. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പൂരിപ്പിക്കാൻ വരും കുറേ വാക്കുകൾ, കുറേ ചോദ്യങ്ങൾ തന്നിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് ഈ 4 തരും. എന്നിട്ട് ഏതാണ് സ്യൂട്ടബിൾ നോക്കണം. നമുക്ക് നോക്കാം, അങ്ങനത്തെ ചോദ്യം ഉണ്ടാവും. നോക്കൂ. അടുത്ത നക്തുബുൽ മാലിയ, മാലി എഴുതാനാണ്. മാലി നമ്മൾ പഠിച്ചതാണ് നേരത്തെ, അല്ലേ? അപ്പോൾ ഇവിടെ യജിലിസു, അപ്പോൾ ഈ തന്നിരിക്കുന്ന മാലി എല്ലാം ഉറപ്പാണ്. മാലി തന്നിട്ട് മാലി എഴുതാൻ പറയില്ലല്ലോ. അപ്പോൾ ഇവിടെ മുതാരിയാണ് തന്നിട്ടുള്ളത്. എന്താ മുതാരി എന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മൾ പഠിച്ചതാണ്, അല്ലേ? നേരത്തെ വീഡിയോ കേൾക്കാത്തവർ കേൾക്കുക. മുതാരി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് എന്ത്, മുതാരി എന്ന് പറയാം. അപ്പോൾ യജ്ലിസ് പറഞ്ഞാൽ ഇരിക്കുന്നതാണ്. ഇരുന്നു എന്ന് എങ്ങനെ അറബിയിൽ പറയും? അതിന് പിന്നെ ഒരു ചെറിയ ഐഡിയ ഉണ്ട്. ഇതാണ് തുടക്കത്തിലുള്ള മുതാരിന്റെ തുടക്കത്തിലുള്ള ഈ യാ ഉണ്ടല്ലോ, ഈ യാ ഒഴിവാക്കുക. അപ്പോൾ ബാക്കി ഏതാ അക്ഷരം ഉണ്ടാകുക? ജീമ് ലാമ് സീന്. അപ്പോൾ അത് ഏത് ഫോർമാറ്റിൽ വരും? ജലസ. ജലസ, കണ്ടോ? ജലസ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ യാ ഒഴിവാക്കിയിട്ട് ബാക്കി ജീമിന് സുക്കൂൻ, ആ സുക്കൂൻ ഇങ്ങോട്ട് വരാൻ പറ്റൂല. പിന്നെ എല്ലാ മാദിയായ ഫീലുകളും, മാദിയായ ഫീല് പൊതുവെ എങ്ങനെ ഉണ്ടാവുക? ഈ ഫോർമാറ്റ് ഉണ്ടാവും, ഫ അല ഫോർമാറ്റ് ഉണ്ടാവുക. അപ്പോൾ ജലസ ഫ അല, കണ്ടില്ലേ? അപ്പോൾ യദ്ഖുലു എങ്ങനെ ആയിരിക്കും? ദഖല. യുസല്ലിമു സല്ലമ. എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ അക്ഷരം കട്ട് ചെയ്യുക. യഖ്റഉവിൻ്റെ യാ കട്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? ഖുറഉ എന്നുണ്ടാവുക. അതിൽ ആദ്യത്തെ അക്ഷരത്തിന് ഫത്ത കൊടുക്കുക. അപ്പോൾ എന്താ വരിക? ഖറഅ. ഊന്ന് മാറ്റിയിട്ട് ആകും. അവസാനം എപ്പോഴും ഫത്തഹ ആയിരിക്കും കേട്ടോ മാദിയായ ഫീലിന്. അടുത്ത യദ്ഹബു എന്തായിരിക്കും? ദഹബ. യബ്ദഉ ബദഅ. മനസ്സിലായില്ലേ? ഇനി മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക? നമ്മൾ മാദി മുദാരിം പഠിക്കുന്ന പാഠമുണ്ട്, ആ പാഠം ശരിക്കും കേൾക്കുക. അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ട് പഠിക്കാം. അടുത്തത് ദഫാത്തിറു. ഇവിടെ ജംഅ് തന്നിട്ടുണ്ട്, അതിൻ്റെ എന്ത് ചെയ്യാണ്? സിംഗുലർ എഴുതാനാണ്. എന്താ ജംഅ് എന്ന് പറഞ്ഞാൽ കുറേ എന്നുള്ള അർത്ഥത്തിന് പറയാണ്. ഇത് ഒന്ന് എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പോൾ നോട്ട്ബുക്ക്, കുറേ നോട്ട്ബുക്ക് എന്നുള്ളതിന് എന്താ പറയുക? ദഫാത്തിർ. അപ്പോൾ ഒരു നോട്ട്ബുക്കിന് എന്താ പറയുക? അത് നമ്മൾ പാടത്ത് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ദഫ്തർ. ദഫ്തർ. അവൻ്റെ അടുക്കൽ നോട്ട്ബുക്കും പേനൻ്റെ പറഞ്ഞില്ലേ? ദഫ്തർ. അടുത്ത കലം എന്ന് പറഞ്ഞാൽ പേന. അപ്പോൾ കലമിൻ്റെ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഇവിടെ ജംഅ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ കുറേ പേനകൾ എങ്ങനെ പറയാം? അഖ്ലാമുൻ. അഖ്ലാമുൻ. അടുത്തത് മനാസിൽ. മനാസിൽ പറഞ്ഞാൽ വീടുകൾ. അപ്പോൾ വീട് എന്നുള്ളതിന് എന്താ പറയുക? മൻസിൽ. അടുത്തത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ മക്തബാത്ത് എന്ന് വന്നിട്ടുണ്ട്, അല്ലേ? മക്തബാത്ത്. ഇവിടെ മക്തബ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മക്തബ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയത് ശരിയാവില്ല. പിന്നെന്താണ് മക്തബാത്ത് എന്ന് പറഞ്ഞാൽ? മക്തബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈബ്രറികൾ എന്നാണ്. അപ്പോൾ ഒരു ലൈബ്രറിക്ക് എന്താ പറയുക? മക്തബത്ത്. നമ്മൾ പാഠത്തിൻ്റെ ഹെഡിങ് നോക്കുക, അവിടെ കണ്ടില്ലേ? അവസാനം താഴുണ്ട്, കണ്ടോ? അപ്പോൾ ഒരു ലൈബ്രറിക്ക് പറയുമ്പോൾ ലൈബ്രറിയുടെ അറബി എന്താണ്? മക്തബത്ത് എന്നാണ്. മക്തബത്ത്. എന്നാൽ ഓഫീസിന് എന്താ പറയുക? മക്തബ് എന്ന് പറയാം, കണ്ടോ? മക്തബ്. അപ്പോൾ ഒരു താഇൻ്റെ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായ നിങ്ങൾക്ക്? ഒരു താ ഒഴിവാക്കിയത്. ഇത് ഓഫീസ്, ഇത് ലൈബ്രറി. മക്തബത്ത് ലൈബ്രറി, മക്തബ് ഓഫീസ്. അപ്പോൾ മക്തബ് ഒരു ഓഫീസ്, കുറേ ഓഫീസുകൾക്ക് എന്താ പറയുക? മക്കാത്തിബ്. മക്കാത്തിബ്. മക്തബത്ത് ഒരു ലൈബ്രറി, കുറേ ലൈബ്രറിക്ക് മക്തബാത്ത്. അടുത്ത മദാരിസ്. അപ്പം എന്തായിരിക്കും? മദ്രസത്ത്. മദ്രസത്ത്, മദാരിസ്. കിതാബുൻ. കുറേ കിതാബിന് എന്താ പറയുക? കുത്തുബുൻ. ബാബുൻ, അബുവാബുൻ. അടുത്ത ഇവിടെ റുഫൂഫ് തന്നിട്ടുണ്ട്. റുഫൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെൽഫുകൾ. അപ്പോൾ ഷെൽഫിന് എന്താ പറയുക? റഫ്. അടുത്തത് ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് നമുക്കിവിടെ ഇന്ദ, ബാദ, ഖബല, ബൈന തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് പറയുന്നത്? ഇത് യോജിച്ച് ചേർക്കാനാണ്. അപ്പോൾ നമുക്ക് ഇതറിയണമെങ്കിൽ ഒന്നിരിക്കലും നമുക്ക് എന്ത് ചെയ്യണം? അർത്ഥം അറിയണം. അർത്ഥം അറിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും. നോക്കുക. സ്വല്ലൈതു ഡാഷ് അൽ വുളൂഇ. അപ്പോൾ സ്വല്ലൈതു വുളൂ. സ്വല്ലൈത്ത് പറഞ്ഞാൽ നിസ്കരിക്കലാണ്. നിസ്കരിക്കുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യുക? വുളൂ എടുക്കുക, അല്ലേ? അപ്പോൾ ഇവിടെ മുമ്പ് എന്നുള്ളതിന് എന്താ നമ്മൾ പഠിച്ചത്? ഖബില്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തായാലും അറിയണം നിങ്ങൾക്ക്. ഇതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ ഇത് എഴുതാൻ കഴിയില്ല. ഖബില് മുമ്പ്, ബഅദ് ശേഷം, ഇന്ദ അടുത്ത്, ബൈന ഇടയിൽ. അപ്പോൾ
ഖബില് സ്വല്ലൈതു ഖബിലൽ വുളൂഇ. കുംതു കും എന്ന് പറയല്ലോ ഉസ്താദ് വന്നിട്ട് ക്ലാസ്സിൽ കും എന്ന് പറഞ്ഞാൽ നിൽക്കുക. അപ്പൊ കുംതു പറഞ്ഞാൽ ഞാൻ നിന്നു. അസ്ദിഖായി പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ. അപ്പൊ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത്, ശേഷം, മുമ്പ്, ഇടയിൽ. ഏതാ ഏറ്റവും നല്ലത്? ഇടയിൽ നിന്നാണ് അല്ലെ, എൻ്റെ കൂട്ടുകാർക്കിടയിൽ. അപ്പോൾ ബൈന. അവിടെ ജലസ്ന ഞങ്ങളിരുന്നു. ഡാഷ് അഷജറത്തി. അപ്പം എന്തായിരിക്കും? മരത്തിന്റെ അടുത്ത്. മരത്തിന്റെ ശേഷം എന്ന് പറയാൻ പറ്റില്ലല്ലോ, മരത്തിന്റെ മുമ്പ് എന്ന് പറയാൻ പറ്റില്ല, മരത്തിന്റെ ഇടയിൽ എന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താ പറയാ? മരത്തിന്റെ അടുത്ത്. അപ്പോൾ ഇന്ദ ഷജറത്ത്. അസ്തൈഖിലു ഞാൻ ഉണരും. എന്താ? സുബഹിന്റെ സുബഹ് എന്നുണ്ട് ഇവിടെ. അപ്പൊ അസ്തൈഖിലു ഞാൻ ഉണരും. സുബഹിന്റെ മുമ്പ്. അപ്പൊ ഖബല സുബഹി. അടുത്തത് ഡാഷ് അദ്ദാരിസി കിതാബുൻ. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം. അപ്പോൾ അധ്യാപകന്റെ അടുത്ത് എന്തുണ്ട്? പുസ്തകം ഉണ്ട്. അപ്പൊ അടുത്ത് എങ്ങനെ പറയാ? ഇന്ദ. അടുത്ത് തവല്ലഇനാ അസ്സലാത്ത്. ഞങ്ങള് തവല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വുളു ഇല്ലേ? തവല്ല ആ വുളു. അപ്പൊ വുളു എടുക്കലാണ്. ഞങ്ങൾ വുളു എടുത്തു. സ്വലാത്ത് നിസ്കാരം. അപ്പൊ നിസ്കരിക്കുന്നതിന്റെ മുമ്പല്ല വുളു എടുക്കുക. അപ്പൊ ഖബില എടുക്കുക. അടുത്ത് റജഅതു ഡാഷ് അൽ ഖുറൂബി. ഖുറൂബ് പറഞ്ഞാൽ അസ്തമിക്കുക. നമ്മൾ പാഠത്തിൽ പഠിച്ചു. അപ്പൊ റജ എന്ന് പറഞ്ഞാൽ എന്താ? മടങ്ങി. അപ്പൊ റജഅതു ഞാൻ മടങ്ങി സൂര്യാസ്തമയത്തിന് മുമ്പ്. ഖബിലൽ ഖുറൂബി. ഇനിയിപ്പോ നിങ്ങൾ തെറ്റിച്ചിട്ട് ബായതാന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം എന്താ? അസ്തമാനത്തിന് ശേഷം മടങ്ങാൻ പാടില്ല, അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പൊ ബായതാന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഖബിലെന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. കാരണം അതിനൊന്നും കുഴപ്പം വരുന്നില്ല. അടുത്ത് ബൈത്തി ഡാഷ് അൽ മദ്രസത്തി വൽ മസ്ജിദ്. ഇവിടെ കണ്ടോ? മദ്രസന്റെയും പള്ളിന്റെയും ഇടയിൽ. മദ്രസന്റെയും പള്ളിന്റെയും ഇടയിൽ. അപ്പൊ ഇടയിൽ എന്നുള്ളതിന് എന്താ പറയുക? ബൈന. ഇവിടെ ബൈന മാത്രമേ പറ്റുള്ളൂ, ഇവിടെ വേറെ ഒന്നും പറ്റൂല. ഓക്കെ. അടുത്തത് ഇനി നമുക്ക് അറബി എഴുതാനാണ്. ഉച്ചക്ക് മുമ്പ് ഞാൻ പോയി. അപ്പോ ഇവിടെ നമ്മൾ മുമ്പ് എന്നുള്ള വാക്കിനെ നമുക്ക് അറിയാം, ഖബിലാണ്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വന്നു, ഇതിൽ നിങ്ങൾക്ക് മുമ്പിന്റെ അറബി അറിയെങ്കിൽ നിങ്ങൾ ഖബില മാത്രം എഴുതി നിങ്ങൾക്ക് അതിന് 1 മാർക്ക് കിട്ടും. 4 മാർക്കിനാണ് ചോദ്യമെങ്കിൽ അതിൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മുമ്പ് എന്നുള്ളതിന് എന്താ പറയാ? ഖബില. പിന്നെ ഉച്ചക്ക് എന്നുള്ളതിന് ലുഹുർ. അപ്പൊ ഖബില ലുഹുരി. ഞാൻ പോയി എന്നുള്ളതിന് എന്താ പറയാ? ദഹബത്തു. ദഹബ പറഞ്ഞാ പോയി, ഞാൻ പോയി. ദഹബത്തു. അപ്പൊ ദഹബത്തു ഖബില ലുഹുരി. അടുത്ത പള്ളിയുടെ അടുത്ത് ഞാൻ നിന്നു. നിന്നു അല്ലേ? നിന്നു നമ്മൾ പഠിച്ചു. എന്താണ്? കും എന്ന് പറഞ്ഞാൽ നിൽക്കൂ എന്നാണ്. അപ്പൊ ഞാൻ നിന്നു എന്നുള്ളതിന് കുംതു. പള്ളിയുടെ അടുത്ത് നമുക്കറിയാം എന്താണ്? ഇന്ദ പറഞ്ഞ അടുത്താണ്, പള്ളിന്റെ മസ്ജിദ്. അപ്പോ ഇന്ദൽ മസ്ജിദ്. അപ്പൊ എങ്ങനെയാ അർത്ഥം? കുംതു ഇന്ദൽ മസ്ജിദ്. അടുത്ത് ദഹബ്തു ഇലൽ മസ്ജിദ് ഖബിലൽ മഗ്രിബി. എന്താ അർത്ഥം? അസ്തമാനത്തിന് മുമ്പ് ഞാൻ പള്ളിയിലേക്ക് പോയി, അല്ലെങ്കിൽ മഗ്രിബിന് മുമ്പ് ഞാൻ പള്ളിയിലേക്ക് പോയി. 2 ഇതേ ഉത്തരം ശരിയാണ് കേട്ടോ. മഗ്രിബിന് മുമ്പ് ഞാൻ പള്ളിയിലേക്ക് പോയി. അടുത്ത ഷരീബ്ന അൽ മാ ബഅദ ത്വആം. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വെള്ളം കുടിച്ചു. ഷരീബ്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടിച്ചു. അൽ മാ പറഞ്ഞ വെള്ളം, അത് എല്ലാവർക്കും അറിയാം. ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം, ത്വആം പറഞ്ഞ ഭക്ഷണം. അപ്പോൾ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വെള്ളം കുടിച്ചു. അടുത്ത നഖറഉൽ ഖുർആൻ വക്തശമിനു ഇന്ദ ഖബല ബഅദ ബൈന. എന്നിട്ട് അതിന്റെ അടിയിൽ വരക്കാനാണ്. ഇതിൽ ഇന്ദയും ഖബലും ബഅദും ബൈനും കണ്ടെത്തിയിട്ട് അടിയിൽ വരക്കുക. അപ്പൊ ഇന്ദ, പിന്നെ ഖബല, കണ്ടില്ലേ? ഖബല, ബഅദ, പിന്നെ ബൈന. കണ്ടോ? ബൈന. ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക. അപ്പൊ അത് കണ്ടത്. പിന്നെ ഇത് എന്താണ്? കോപ്പി ചെയ്താനാണ്. അപ്പൊ ഇതാണ് ഈ പാഠം. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.